ആശ്രമത്തിൽ വരുന്നവരെയെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഗുരു ഒരു ശിഷ്യനെ ചുമതലപ്പെടുത്തി. സ്വീകരിക്കുക, നല്ല ഭക്ഷണം നൽകി സന്തോഷത്തോടെ പറഞ്ഞയക്കുക. ഇതാണ് ശിഷ്യന്റെ ഉത്തരവാദിത്വം. ആദ്യം കടന്നു വന്ന വ്യക്തിയെ സ്വീകരിച്ചു. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. നല്ല പണക്കാരനാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ അകത്തു കൊണ്ടുപോയി ഭക്ഷണമെല്ലാം കൊടുത്ത് ശിഷ്യൻ പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ വ്യക്തി കടന്നു വന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണ്, ഒരു പാവപ്പെട്ടവനാണ്. ആദ്യം ആ പണക്കാരന് കൊടുത്ത ആ ബഹുമാനമൊന്നും ഈ പാവപ്പെട്ടവൻ നൽകിയില്ല. പുറത്ത് വെച്ച് തന്നെയാണ് ശിഷ്യൻ ഭക്ഷണം നൽകിയത്, അവനെ പറഞ്ഞയച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഗുരു ശിഷ്യനെ വിളിച്ചു പറഞ്ഞു, മോനെ, നീ ആദ്യം കൊടുത്ത ബഹുമാനം രണ്ടാമത്തെ വ്യക്തിക്ക് നൽകിയില്ല. പുറമോടികൾ നോക്കി ആരെയും വിലയിടാതിരിക്കുക. പണവും സ്ഥാനമാനങ്ങളും നോക്കി സൗഹൃദം പുലർത്താതിരിക്കുക. മനുഷ്യനെ മനുഷ്യനായി കാണാൻ നിനക്ക് സാധിക്കണം. ഉള്ളിൽ അലിവുള്ളവർക്ക്, കരുണയുള്ളവർക്കാണ് അതിന് സാധിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.